Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായിട്ട് CUET PG പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള പാർട്ട് എയിലെ ജനറൽ അവയർനെസ് സെഷനിൽ വന്നിട്ടുള്ള മുൻ വർഷത്തെ 5 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ ആ ഡിസ്കഷന്റെ ഭാഗമാവുന്നതിന്, അതുപോലെ ഇനിയുമുള്ള ഒരുപാട് സെഷൻസിന്റെ ഭാഗമാവുന്നതിന് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിയാതിരിക്കുക. അപ്പോൾ പാർട്ട് എയെ പറ്റി പറയുമ്പോൾ അതിൽ 10 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി ഏരിയാസ് എന്നാണ് വരിക. 5 ചോദ്യങ്ങൾ അനലിറ്റിക്കൽ സ്കിൽസ് നിന്ന് വരും, 5 ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്ന് വരും, 5 ചോദ്യങ്ങൾ ജനറൽ അവയർനെസ് നിന്നും വരും. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ കൂടുതലായിട്ട് GK, അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സ് തുടങ്ങിയ ടോപ്പിക്സ് നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സബ്സെക്ഷൻസ് വരുന്നുണ്ട്. കറന്റ് അഫയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിന് കീഴിലും വ്യത്യസ്ത സബ്സെക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹൂസ് ഹൂ, നിലവിൽ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ഒഫീഷ്യൽസ് ഇരിപ്പുണ്ട്. പിന്നെ പത്രം വായിക്കുക, അതുപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ന്യൂസുകൾ, സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ബുക്കുകൾ, ഇതിൻ്റെ ഒക്കെ തന്നെ കുറച്ചുകൂടെ പഴയ വേർഷൻ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ GKയിൽ വരികയും ചെയ്യും. അത് ബുക്സ് ആയിക്കോട്ടെ, അവാർഡ്സ് ആയിക്കോട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ GKയുടെ ഭാഗമായിട്ടും ചോദിക്കുന്നതാണ്. ആൻഡ് എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്, സോ ആ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ സെഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ദ വിസിബിൾ യെല്ലോ ഫേസ് ഓഫ് സൺ ഈസ് കോൾഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വിസിബിൾ യെല്ലോ ഫേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു കീഴിലാണ് വരുന്നത്? വിസിബിൾ യെല്ലോ ഫേസ് ഓഫ് സൺ എന്ന് പറയുമ്പം ബേസിക് സയൻസിലേക്ക് അല്ലെങ്കിൽ സയൻസ് പെടുത്താം. കൊറോണയാണോ, അയണോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, ഫോട്ടോസ്ഫിയർ ആണോ? ഇത് ആക്ച്വലി അത്യാവശ്യം എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിട്ട് വേണം നമുക്ക് പറയാം. സോ നിങ്ങൾ ബേസിക് സയൻസ് പഠിച്ചിട്ടുണ്ട്, ഈ കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ സാധിക്കും. പിന്നെയുള്ളത് കൊറോണയും ഫോട്ടോസ്ഫിയറുമാണ്. ഓക്കെ, കൊറോണ ഒരു ലെയർ തന്നെയാണ്, പക്ഷെ അത് നമ്മുടെ വിസിബിൾ യെല്ലോ ഫേസ് അല്ല. ആക്ച്വലി വിസിബിൾ യെല്ലോ ഫേസ് എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയറിനെയാണ്. അല്ലാതെ ഇപ്പോൾ കൊറോണ ആയിക്കോട്ടെ, അതുപോലെ ക്രോമോസ്ഫിയർ ആയിക്കോട്ടെ, ഇതെല്ലാം മറ്റ് ലെയേഴ്സ് ആണ്, പക്ഷെ ഇതിനൊന്നും വിസിബിൾ യെല്ലോ ഫേസ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഫോട്ടോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കാനാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. എന്തായാലും പ്രതീക്ഷിച്ചോളൂ, എന്ത് ചോദിക്കും എന്നുള്ളത് അത് അവരുടെ കയ്യിലാണ്. പക്ഷെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തമ്മിൽ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. എന്ന് വെച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ചിലതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു 4 മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇവിടെ നോക്കാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് കോഡ് മ്യൂസീഷ്യൻസിനെയാണ്, അല്ലെ കോഡ് പോയറ്റ്സിനെയാണ്. ഈ സൈഡ് കൊടുത്തിരിക്കുന്ന ഹരിസേന, കാളിദാസ, താൻസൻ, ഡിൻഡിമ. ഇനി ഇപ്പറ നോക്കുകയാണെങ്കിൽ കിങ് അല്ലെങ്കിൽ എംപറർ, അക്ബർ, സമുദ്രഗുപ്ത, ദേവറോയ് ടു, ചന്ദ്രഗുപ്ത ദ സെക്കൻഡ്. അപ്പൊ ഇതില് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുവിധം കഥകളിൽ നിന്നും അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, താൻസന്റെയും അക്ബറിന്റെയും കാര്യം. അപ്പൊ C1 എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ C1 കിട്ടിയത് കൊണ്ട് നമുക്ക് ഇവിടെ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. C1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ C2 വരുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 3 ഒഴിവാക്കാം. പക്ഷെ ബാക്കി 3ലും C1 വരുന്നുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് കാളിദാസന്റെ. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരുപക്ഷെ അറിയുകയുണ്ടാവും. ഇത് ക്ലിയർലി ഹിസ്റ്ററി എന്നുള്ള, അല്ലെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡിയൽ ഹിസ്റ്ററി എന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. കാളിദാസ ആരുടെ കോർട്ടിലെ പോയിന്റ് ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സമുദ്രഗുപ്ത, ദേവരായ ദ സെക്കൻഡ്, ചന്ദ്രഗുപ്ത ദി സെക്കൻഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഒരു 2 സെക്കൻഡ് സമയം കൂടെ തരാം. ഓക്കെ, അത് മതി. സോ ഇവിടെ കാളിദാസ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ദി സെക്കൻഡിന്റെ കോർട്ടിലെ പോയിന്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇതില് ഇനി നെക്സ്റ്റ് വരുന്നത് ഹരിസേന. അപ്പൊ ഇവിടെ B4 വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷനോടെ നമുക്ക്, അല്ലെങ്കിൽ ടോട്ടലി 2 ഓപ്ഷൻ പോകും, ഒരു ഓപ്ഷനോടെ നമുക്ക് കട്ട് ചെയ്യാം. ഇറ്റ്സ് എയ്തർ 2 or 4, ബിക്കോസ് ഇവിടെ രണ്ടിടത്തും B4ഉം C1ഉം വരുന്നുണ്ട്. ഇനി Aയും Dയുമാണ് ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാനുള്ള ഏക വഴി. അതിലിപ്പോൾ ബിയും ഡിയും എന്തായാലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹരിസേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4th 5th സെഞ്ചുറിയിലൊക്കെ ആയിട്ട് ജീവിച്ച വ്യക്തിയാണ്, അല്ലെ ജീവിച്ച കവിയാണെന്ന് പറയാം. ആ സമയവുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടി വരും.
ആൻഡ് ആ സമയത്തെ ഒരു പ്രധാനപ്പെട്ട റൂളറാണ് സമുദ്രഗുപ്ത. ഹെൻസ് ഹരിസേന ഓപ്ഷൻ 2-ൽ വരും. വിച്ച് മീൻസ് A2 വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. A2 വരുന്ന ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഈസ് ഓപ്ഷൻ 2. ഇവിടെ നോക്കിയാൽ കാണാം A2, B4, C1 അത്രയും കറക്റ്റ് ആണ്. പിന്നെ D3 എന്നാണ് പറയുന്നത്. D3 എന്ന് പറയുമ്പോൾ ഡിൻഡിമ ദേവരായ ദ സെക്കൻഡ്. അപ്പൊ ദേവരായ ദ സെക്കൻഡ് ഏത് സെഞ്ചുറി ആണ്? 30th സെഞ്ചുറി ആണ്. ഓക്കെ, ആ സമയത്ത് തന്നെയാണ് ഡിൻഡിമ ഉണ്ടായിരുന്നത്. അങ്ങനെ ടൈം ലൈൻ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. D3 എന്ന് പറയുമ്പോഴേക്കും ഡിൻഡിമ ദേവരായ ദ സെക്കൻഡ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് എത്തുക. വിച്ച് മീൻസ് ഡിൻഡിമ 50th സെഞ്ചുറി ഉണ്ടായിരുന്ന ഒരു പോയറ്റ് ആണ്. ദേവരായ ദ സെക്കൻഡ് ഏകദേശം ആ ഒരു സമയത്താണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദേവരായ ദ സെക്കൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് കിങ് എന്നൊക്കെ നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാൻ പറ്റും. സൗത്ത് ഇന്ത്യയിലെ കൃഷ്ണ ദേവരായ ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് സിറ്റി ഹാസ് വോൺ ദി വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡ് 2022? ഈ ഗ്രീൻ സിറ്റി അവാർഡ് 2022 ലഭിച്ച സിറ്റി ഏതാണ്? ഇൻഡോർ ആണോ, വാരണാസി ആണോ, ഹൈദരാബാദ് ആണോ, ഗുരുഗ്രാം ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് AIPH, ഇവരാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പോൾ AIPH എന്ന് പറയുമ്പം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് അവർ കൊടുക്കുന്ന അവാർഡാണ് ഗ്രീൻ സിറ്റി അവാർഡ്. ആൻഡ് 2022 ഈ അവാർഡ് നേടിയത് ഹൈദരാബാദ് ആണ്. അപ്പൊ എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് മനസ്സിലാക്കിയിടത്തോളം ഈ അവാർഡ് കൊടുക്കാൻ സാധിക്കുക. സോ ഇത് 2022 ഗ്രീൻ സിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ അതിനെ വേണമെങ്കിൽ 2 കാറ്റഗറിയിൽ പെടുത്താം. ഒന്നെങ്കിൽ അവാർഡ്സ് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സ്. 2 പെടുത്തിയാലും നമ്മൾ പഠിക്കേണ്ടുന്ന ഒന്നാണ്. ഇനി ഇത് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറഞ്ഞു, ആൻഡ് ഇത് ബേസിക് സയൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, 5 ചോദ്യം ഉള്ളതിൽ 3 നമ്മൾ പറഞ്ഞു. 3 വ്യത്യസ്ത ഏരിയാസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂവിങ് ഓൺ. Dash is also known as Waterman for his contribution in water conservation and protection of water resources. Dr. C.S. Ranawat, Dr. Rajendra Singh, Sundarlal Bahuguna, Baba. അപ്പോൾ വാട്ടർമാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിനെ പറ്റിയ ഒരു ഷോർട്ട് ഫിലിം എല്ലാം തന്നെയുണ്ട്, 2015 റിലീസായ. വേണ്ടവർക്ക് കണ്ടു നോക്കാം. ഒരു വ്യക്തി, രാജസ്ഥാനിലെ അൽവാർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വ്യക്തി വാട്ടർ കൺസേർവ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കുന്നുണ്ട്, അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അവാർഡ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാക്സസി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2001. സോ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വാട്ടർമാൻ എന്നുള്ള പേരിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ സുന്ദർലാൽ ബഹുഗുണ നമുക്ക് വേണമെങ്കിൽ ചിക്കോ മൂവ്മെന്റ് എല്ലാം വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ബാബാമത്തെയും അതുപോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയുള്ള ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇദ്ദേഹം നല്ല ഫേമസ് ആണ്, ഒരു പക്ഷേ നമ്മുടെ റഡാറിൽ പെട്ടിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ രാജേന്ദ്ര സിംഗ് ആണ്. അപ്പൊ അറിയാവുന്നവർ ഇതെല്ലാം കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാലോ എത്ര എണ്ണം ശരിയായി എന്നുള്ളത്. ഓക്കെ, ഇത് കൂടാതെ ഇദ്ദേഹത്തിന് 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കാനാണ് രണ്ടാമത്തെ ചോദ്യം. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ടേം. അപ്പോൾ ഓരോ സ്റ്റഡി അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡിയുടെ പേര്, അതിന്റെ കൃത്യമായിട്ടുള്ള നെയിമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിന്റെ പഠന വിഷയം എന്നുള്ളതാണ് ലിസ്റ്റ് 2-ൽ കൊടുത്തിരിക്കുന്നത്. ഒബ്സ്റ്റെട്രിക്സ്, ഒഡോണ്ടോഗ്രഫി, ഒലേരികൾച്ചർ, ഓസ്റ്റിയോളജി. അപ്പോൾ O വെച്ചുള്ള 4 പഠന വിഭാഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെജിറ്റബിൾ ഗ്രോയിങ്, അതുപോലെ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് പ്രഗ്നൻസി ആണ് കേട്ടോ. ഇത് പ്രഗ്നൻസി ആണ്. അതുപോലെ ചൈൽഡ് ബർത്ത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഠനശാഖ ഏതാണ് കൊടുത്തിരിക്കുന്നതിൽ? ഇത് സ്റ്റഡി ആണ്, സ്റ്റോറി ഒന്നും അല്ല. സ്റ്റഡി ഓഫ് ബോൺസ് ആണ്. അതുപോലെ സയൻസ് ആൻഡ് സ്റ്റഡി ഓഫ് ടീത്ത് ആണ്. സോ ഇത് ഏതൊക്കെ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുക. 2 seconds ടൈം എടുത്തോളൂ നിങ്ങൾ. ഓക്കെ, ടൈംസ് അപ്പ്. ഇവിടെ നോക്കാം. ഒബ്സ്റ്റെട്രിക്സ് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ ഒഡോണ്ടോഗ്രഫി എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഡോക്ടറെ എല്ലാം തന്നെ കാണിക്കാൻ പോകുമ്പോൾ നമുക്കറിയുന്ന, അല്ലെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ എന്തെങ്കിലും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്സ് കാണാം. അതിലൊന്നാണ് ഒഡോണ്ടോഗ്രഫി. ഓക്കെ, സോ സയൻസ് ആൻഡ് സ്റ്റഡി ഓഫ് ടൂത്തിൽ വരുന്നതാണ് ഒഡോണ്ടോഗ്രഫി. ഇനി ഒലേരികൾച്ചർ എന്താണ്? അപ്പൊ ഇത് കൾച്ചർ എന്നുള്ളത്. ഓക്കെ, കൾച്ചർ എന്നുള്ള അവിടെ ഉണ്ട്. സോ കൾച്ചർ ഹാസ് ഓൾവേസ് സംതിങ് ടു ഡു വിത്ത് യൂഷ്വലി എന്തെങ്കിലും ഒരു കൾട്ടിവേഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എല്ലാ കൾച്ചറും അല്ല പറയുന്നത്. ഈ സ്റ്റഡിയോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇനി സെറികൾച്ചർ ആയിക്കോട്ടെ, ഫിസിക്കൾച്ചർ ആയിക്കോട്ടെ, അതൊക്കെ ഡീൽ വിത്ത് സംതിങ് അബൌട്ട് കൾട്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഗ്രോയിങ്, അതുമായി ബന്ധപ്പെട്ടാണ്. അത് എല്ലാ വട്ടം ആപ്ലിക്കബിൾ ആണെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല.
ഇങ്ങനത്തെ ഒരു ടഫ് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് പലപ്പോഴും ഈ ടേംസ് കൃത്യമായിട്ടെല്ലാം അറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ചില സ്പോട്ടുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അനുമാനിക്കുക എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇത് എല്ലാ വട്ടവും ശരിയാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ദയവായി മനസ്സിലാക്കുക. ഈ ഒരു കേസിൽ അവിടെ ഓഡായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ബാക്കി മൂന്നും നമ്മുടെ മെഡിസിനുമായിട്ട് അല്ലെങ്കിൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതും സയൻസുമായി റിലേറ്റ് ചെയ്താണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് വേണേൽ പറയാം. അതേ സ്ഥാനത്ത് വെജിറ്റബിൾ ഗ്രോയിങ് എന്നുള്ളത് അതിൽ കുറച്ച് തന്നെ ഓഡായിട്ടുള്ള ഒന്നാണ്. ഹെൻസ് ഇതിൽ ബാക്കിയുള്ള ഒബ്സ്റ്റെട്രിക്സ് എടുത്താലും ഒഡോണ്ടോഗ്രഫി എടുത്താലും ഓസ്റ്റിയോളജി നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ഓസ്റ്റിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബോൺസ്. അപ്പോൾ ഈ കൾച്ചർ കാണുമ്പോഴേക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹഞ്ച് എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി നോക്ക്, ഒഡോണ്ടോഗ്രഫി ടീത്ത് തന്നെ വരുമ്പം B4 ആണ് വരുന്നത്. B4 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. സോ അത് മാത്രം വെച്ച് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടില്ല. ഇനി ഒലേരിക്കൾച്ചർ വെജിറ്റബിൾ ഗ്രോയിങ് കൂടെ വന്നു കഴിഞ്ഞാൽ C1 വരുന്നുണ്ട്. അപ്പൊ C1 ഇവിടെ 2 ഇടത്തായിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ഓപ്ഷനോട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഈ 2 എണ്ണത്തിൽ ഒബ്സ്റ്റെട്രിക്സ് എന്താണ്, ഓസ്റ്റിയോളജി എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം വരിക. അപ്പൊ ഓസ്റ്റിയോളജി സ്റ്റഡി ഓഫ് ബോൺസ് ആണ് D3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ A. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഈ കൾച്ചർ വെച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഹഞ്ചസ് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇത് ആൻസർ ചെയ്യേണ്ടി വരും. ഇതിലിപ്പോൾ 2 എണ്ണം അറിയാം, ഇനി 2 എണ്ണം കൂടെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഹഞ്ച് എന്തായാലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 4 മാർക്കാണ് അവിടെ കിട്ടുക. ഇനിയിപ്പോൾ സപ്പോസ് തെറ്റിയാൽ -1 ആണ് കുറയുക. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ സെൻസിബിളായി ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ചില കേസുകളിൽ കാരണം നമുക്ക് സൂര്യന് താഴെയുള്ളതും ഇപ്പൊ സൂര്യനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം പഠിച്ചിട്ട് ഇതിന്ന് ഏത് വരുന്നുള്ളത് നമുക്ക് ഈ 5 മാർക്കിനായിട്ട് ചെയ്യുക പലപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യുക. ബാക്കി ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ടും ഡിഡക്ഷൻ യൂസ് ചെയ്തിട്ടും ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇതുപോലത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ സെഷൻസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതും ഓർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടൈം ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി നിങ്ങൾക്ക് UG+ന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയുന്നതിനായിട്ടും നമ്മൾ ഏകദേശം 18ഓളം സബ്ജക്ട്സിൽ CUET PGയുടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, എത്രയും പെട്ടെന്ന് ഒരു പാക്കേജിന്റെ ഭാഗമാവുക. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി 5-5.5 മാസം സമയമേ ഉള്ളൂ. മാർച്ചിൽ പരീക്ഷ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മാർച്ച് 11-ാം തീയതി. ഇതിപ്പോൾ ഓൾറെഡി സെപ്റ്റംബർ ആയിട്ടുണ്ട്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസം തന്നെ സമയമുള്ളൂ. പിന്നെ കുറഞ്ഞ ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനോടകം നിങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. സോ എത്രയും പെട്ടെന്ന് സെൽഫായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലോ പ്രിപ്പറേഷൻ തുടങ്ങുക. ഒരിക്കൽ കൂടെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കും. prepwise.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.